വിവാദങ്ങൾക്കൊടുവിൽ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന ചിത്രം തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. ഇന്ന് വൈകിട്ട് 6:15 ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. മേഘന മുരളി തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മേഘന, 19 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതിയില്ല, അത് കേന്ദ്രം വിലക്കി എന്ന വാർത്ത ദിവസങ്ങൾക്ക് മുൻപ് വന്നതാണ്. പിന്നീട് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിവാദത്തിനുമൊക്കെ വഴിവെച്ചു. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു. പിന്നാലെ 19 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തു. ഇതിപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന വിഖ്യാതമായ ചിത്രമാണ്. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ചിത്രമാണ് ഈ രീതിയിൽ അവിടെ വിലക്കിയത്. പക്ഷേ അതിപ്പോൾ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, മേഘന? കേന്ദ്രം റദ്ദു ചെയ്ത 19 സിനിമകളിൽ 6 സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി എത്തുന്നുണ്ട്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തത് കൊണ്ടാണ് വിലക്ക് എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമി വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമ ഒരു വൈകി കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചൊരു സിനിമയാണ്. അത് ഇന്ന് പ്രദർശിപ്പിക്കുക. നേരത്തെ തന്നെ ഫിലിം സൊസൈറ്റി അടക്കമുള്ള സിനിമാ ആസ്വാദകരടക്കം ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ പ്രദർശിപ്പിക്കണമെന്നൊരു ആവശ്യം ചലച്ചിത്ര അക്കാദമിയോട് പറഞ്ഞതാണ്. അത് ഈ ഒരു വിവാദ സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. അതിനുശേഷം ഒരു ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്ന് 6:15 സ്ത്രീ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു അറിയിപ്പ് കേരള ചലച്ചിത്ര അക്കാദമി നൽകുന്നത്. സിനിമ ബുക്ക് ചെയ്തവർക്ക് അതൊരു അറിയിപ്പായി മെസ്സേജായി നൽകിയിട്ടുണ്ട്. ഓൾ ദാറ്റ് ലെഫ്റ്റ് യു എന്ന സിനിമയ്ക്ക് പകരമാണ് ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ പ്രദർശിപ്പിക്കുക. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ഇതിവൃത്തമുള്ള, അല്ലെങ്കിൽ 1905 റഷ്യൻ വിപ്ലവം ചർച്ച ചെയ്യുന്ന സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. ഈ 100ാം വാർഷികം പ്രമാണിച്ചാണ് IFFK-യിൽ എത്തുന്നത്. അത് ഒരു മാധ്യമ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ സിനിമ പഠിക്കുന്നവരുടെയും ഒരു പാഠക പുസ്തകമായിട്ടാണ് ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ അറിയപ്പെടുന്നത്. ശരി മേഘന, എന്തായാലും 1925 സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത ചിത്രമാണ്, ഒരു നിശബ്ദ ചിത്രമാണ്, വിഖ്യാതമായ ചിത്രമാണ്. അതിപ്പോൾ IFFK-യിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.